ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ചെറിയൊരു സെലിബ്രേഷൻ ഞാനും എൻ്റെ ഫ്രണ്ട് പ്രിയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളും ഞാനും മാത്രമേ ഉള്ളൂ. എപ്പോഴും ഞങ്ങളുടെ ബർത്ത്ഡേ ഞങ്ങൾ രണ്ടുപേരും പരസ്പരം ആഘോഷിക്കാറുണ്ട് കുറച്ച് കാലങ്ങളായിട്ട്. അപ്പോൾ ഇന്നലെയും അതേപോലെ ആഘോഷിച്ചതിൻ്റെ ഒരു ചെറിയ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാണേ. ട്രിവാൻഡ്രം ലുലുവിനകത്തുള്ള ബാർബിക്യൂ നേഷനിലാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ മിക്കവാറും ബാർബിക്യൂ നേഷനിൽ തന്നെയായിരിക്കും സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ് ഞങ്ങൾ 12 മണിയുടെ സ്ലോട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെന്നപ്പോൾ തന്നെ എന്തായാലും ക്രിസ്പി കോണിൻ്റെ ഒരു ഐറ്റവും കാജു ആൻഡ് പൊട്ടാറ്റോ എന്ന് പറഞ്ഞൊരു സംഭവമാണ് ഞാനിപ്പോൾ കഴിച്ചത്. നല്ലൊരു ടേസ്റ്റാണുള്ള ഒരു ഐറ്റമാണത്. പിന്നെ മഷ്റൂം വെച്ചിട്ടുള്ള ഒരു ഐറ്റം. ഒരുവിധം എല്ലാവർക്കും അറിയാം ബാർബിക്യൂ നേഷനൊക്കെ. പക്ഷേ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള വെറൈറ്റി ഫുഡൊക്കെ നമുക്ക് വല്ലപ്പോഴൊരിക്കും, എപ്പോഴും കഴിക്കാനായിട്ട് ഞാനത് ഓപ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ നമുക്ക് വല്ലപ്പോഴേക്കും ഒന്ന് കഴിക്കാനായിട്ട് നല്ല അടിപൊളി കബാബും ഒക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു. അവരുടെ തന്നെ തന്തൂരി ചിക്കനും പിന്നെ ഗ്രിൽഡ് ഐറ്റംസിലാണെന്നുണ്ടെങ്കിലും മഷ്റൂം ആണെങ്കിലും പൈനാപ്പിൾ, വെജായിട്ട് പനീർ ഉണ്ടായിരുന്നു. പിന്നെ പ്രോൺസ്, ചിക്കൻ, ഫിഷ് ഒക്കെ ഗ്രിൽഡ് ഐറ്റംസിലുണ്ടായിരുന്നു. എല്ലാ പ്രാവശ്യവും ഞങ്ങൾ ബാർബിക്യൂ നേഷനിൽ പോകുമ്പോൾ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ഒരു ഡ്രിങ്കൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഞങ്ങൾ അത് പ്രത്യേകം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു ക്രാൻബെറിയുടെ നോൺ ആൽക്കഹോളിക് ഒരു ബിയർ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റാർട്ടേഴ്സ് തന്നെ അത്യാവശ്യം നല്ല ഹെവിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് ഫുഡ് കഴിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലൊക്കെ കയറി വരും. പക്ഷെ നമുക്ക് എവിടെ നിന്ന് തുടങ്ങണം എന്നറിയത്തില്ല, എവിടെ അവസാനിപ്പിക്കണം എന്നറിയത്തില്ല. അപ്പോൾ തന്നെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു വേറെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് കൊണ്ടുവരും. ഇതൊരു പാവ് ബജിയാണ്. ഇതും നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഭയങ്കര വലിയ സംഭവമാണെന്ന് പറയുന്നില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റായിരുന്നു. അവളും അതുപോലെ തന്നെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൾക്ക് കഴിച്ചിട്ട് നല്ലതായിട്ടും തോന്നുന്നതൊക്കെ എനിക്ക് എടുത്ത് തരുന്നുണ്ട്. അത് നമ്മൾ പോകുമ്പോൾ ഞങ്ങൾ മിക്കവാറും സെലക്ട് ചെയ്യുന്നത് ബാർബിക്യൂ നേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ലുലുവിൻ്റെ ബാർബിക്യൂ നേഷനിൽ വരുന്നത്. അപ്പോൾ ഇവിടെ കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ടുള്ള 1-2 ഐറ്റംസ് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ കഴിച്ചിട്ട് നോക്കുന്നതെല്ലാം നല്ലതായിട്ട് വരുന്നതെല്ലാം ഇങ്ങോട്ടൂടെ തരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ബിയർ പോരാഞ്ഞിട്ട് ഞാൻ പിന്നെ അവളുടെ ഡ്രിങ്ക് കൂടെ റെഡ് ലേഡി എന്ന് പറഞ്ഞിട്ടൊരു ഡ്രിങ്കും കൂടെ എന്തായാലും എടുത്തു. ഒരു സ്ട്രോബെറി ഫ്ലേവർ ഡ്രിങ്ക് ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പെർ ഹെഡ് ഒരു 1000 റുപ്പീസിനകത്ത് ഒരു 900 സംതിങ് എങ്ങാണ്ടാണ് വരുന്നത്. പക്ഷേ നമുക്ക് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ട്രൈ ചെയ്യും. ഇപ്പോൾ നമ്മൾ നോർമലായിട്ടൊരു ഹോട്ടലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെന്ന് ഒരു ചിക്കൻ ബിരിയാണി അല്ലെങ്കിൽ ഒരു ചിക്കൻ നൂഡിൽസ്, ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ്, അതിൻ്റെ കുറച്ച് വെറൈറ്റീസ് ഒക്കെ കഴിക്കുമ്പോൾ നമുക്കത് മതിയാവും. പക്ഷേ ഇതിങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുപാട് ഫുഡ് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ എപ്പോഴും ഇത് മിക്കവാറും സെലക്ട് ചെയ്യുന്ന ഈ ഒരു സ്ഥലം തന്നെ. പ്രിയയാണെങ്കിൽ നല്ലതായിട്ട് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. എല്ലാം നമ്മൾ ഒരുപാട് വാരി വലിച്ചു കൊടുക്കുന്നില്ല, കുറച്ചും എല്ലാം നമ്മൾ ട്രൈ ചെയ്യുന്നതേ ഉള്ളൂ. കാരണം നമുക്ക് ഇനി ഒരുപാട് ഫുഡ് കഴിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രൈ ചെയ്യുന്നതേ ഉണ്ട്. പുതിയൊരു ഡ്രിങ്കും കൂടെ ഞാൻ എടുത്തായിരുന്നു. അപ്പോൾ നമുക്ക് അത്രയും വെള്ളം കുടിക്കാനായിട്ട് നന്നായിട്ട് തോന്നും കേട്ടോ. ഇത് അവരുടെ സ്പെഷ്യലായിട്ടുള്ള ലക്നൗ ബിരിയാണിയാണ്, അടിപൊളിയാണ് കേട്ടോ. നോൺ വെജും ഉണ്ടായിരുന്നു, ചിക്കനും ഉണ്ടായിരുന്നു. ഇത് വെജാണ്. അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ബിരിയാണി കഴിച്ചതായിട്ട് ഫീൽ ചെയ്തു. പിന്നെ ഒരുപാട് ഡിഷസ് ഉണ്ട്, പറയാൻ പറ്റുന്നില്ല, ഒരുപാട് ഡിഷസ്. ബട്ടർ ചിക്കൻ ഉണ്ടായിരുന്നു, വെജ് ഐറ്റംസും ഉണ്ട് കേട്ടോ. അത്യാവശ്യം പനീർ ബട്ടറൊക്കെ ഉണ്ട്. പിന്നെ കോളിഫ്ലവറിൻ്റെ ഒരു ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഗാർലിക്കിൻ്റെ ഒരു നൂഡിൽസ്, ചില്ലി ചിക്കൻ, നല്ല ടേസ്റ്റ് ആയിരുന്നു, നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. നമുക്ക് ഒരുപാട് ട്രൈ ചെയ്യാം. ഈ പപ്പടത്തിലാണെന്നുണ്ടെങ്കിലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ തന്നെ ഒരു പപ്പടം ഉണ്ടായിരുന്നേ. എനിക്കതിൽ പെപ്പറിൻ്റെ ഒരു പപ്പടം, അത് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വറുത്തരച്ച ചിക്കൻ കറി, ഒരു ചെട്ടിനാട് സ്റ്റൈല് ചിക്കൻ കറി, മട്ടൻ കറി, ആ ലക്നൗവിൻ്റെ വെജ് ബിരിയാണിയും ആ ചെട്ടിനാട് ചിക്കൻ കറിയും പ്രിയയ്ക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. പിന്നെ ഈ സൂപ്പ് പറയാതിരിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ കുറേ സാലഡ്സ്, അമേരിക്കൻ കോൺ സാലഡ്സ്, പാസ്ത സാലഡ്, കേർഡ് റൈസ്, അല്ലാണ്ട് സാലഡ്സ്, സ്പ്രൗട്ട്സ് എല്ലാം അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. പക്ഷെ ഞാൻ എടുത്തത് കുറച്ച് സൂപ്പും കോൺ സാലഡും പിന്നെ ലക്നൗവിൻ്റെ ആ ഒരു ബിരിയാണി, ചിക്കൻ ബിരിയാണിയും ഗാർലിക് നൂഡിൽസുമാണ് ഞാൻ എടുത്തത്. കുറച്ച് വെജിറ്റബിൾസ് കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിലുണ്ട് കേട്ടോ 2 പീസ് ചില്ലി ചിക്കനും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു.
സൂപ്പ് അത് അത്രയും ചൂടായിട്ടും പിന്നെ നമുക്ക് ആ ഒരു ടേസ്റ്റും ഒക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ അത് നമുക്ക് അഥവാ എന്തെങ്കിലും ടേസ്റ്റ് കാര്യങ്ങളോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ ചേഞ്ച് ചെയ്ത് നമുക്ക് അപ്പം തന്നെ വേറെ കൊണ്ടുവരും കേട്ടോ. അതൊക്കെ ഭയങ്കര അവരുടെ ആ ഒരു അവിടുത്തെ ആ നീറ്റ്നെസ്സും സ്റ്റാഫിൻ്റെ ബിഹേവിയർ എല്ലാം അടിപൊളി, ഒരു രക്ഷയില്ല. നമുക്ക് എന്തായാലും പിന്നെയും പോകാൻ തോന്നും. നമ്മളൊരു പെട്ടെന്ന് ഭയങ്കര റഷ് അല്ലാത്തൊരു സ്ഥലം, നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു പ്ലേസ്, അടിപൊളിയായിട്ട്. ഞാൻ പറഞ്ഞിരുന്നില്ലേ ആ പപ്പടം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള ഫുഡൊക്കെ അവിടെ ഇങ്ങനെ പതുക്കെ പതുക്കെ കഴിച്ചിട്ട് ആ പപ്പടം ആദ്യം കഴിച്ച് തീർത്തു. നല്ല ടേസ്റ്റായിരുന്നു. വേണമെങ്കിൽ പോയി വേറെയൊക്കെ എടുക്കാം. പിന്നെ എനിക്ക് എണീക്കാനുള്ള മടിയും പിന്നെ വയറിനും സ്ഥലമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ട്രൈ ചെയ്യണമല്ലോ. പിന്നെ വാരി വലിച്ച് എടുത്തില്ല കേട്ടോ. എടുത്ത ഫുഡൊക്കെ അത്യാവശ്യം ഫിനിഷ് ചെയ്തു. അതെന്തായാലും അങ്ങനെ ചെയ്തു, വേസ്റ്റ് ആക്കണ്ടല്ലോ. പിന്നെയും തീർന്നിട്ടൊന്നുമില്ല. പിന്നെയുണ്ട് സ്വീറ്റ്സിൻ്റെ ഒരു സെക്ഷൻ. ഹൽവ ഉണ്ടായിരുന്നു, പായസം ഉണ്ടായിരുന്നു, പിന്നെ എന്താ പറയുക ഗുലാബ് ജാമുൻ ഉണ്ടായിരുന്നു. പിന്നെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഐസ്ക്രീമിൻ്റെ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഫസ്റ്റ് തന്നെ ബ്രൗണി വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐസ്ക്രീമാണ്. ഐസ്ക്രീംസ് സ്ട്രോബെറി വാനില ഫ്ലേവർ, കുൽഫീസ്, വെറൈറ്റി ആയിട്ടുള്ള കുറേ കുൽഫീസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം കട്ട് ഫ്രൂട്ട്സ്, പിന്നെ കുറേ ഡെസേർട്ടും കാര്യങ്ങളും പല വെറൈറ്റി ആയിട്ടുള്ള സ്വീറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എന്തായാലും ഐസ്ക്രീം ഇതുമാണ് കഴിച്ചത്. പിന്നെ നമുക്കവർ കേക്ക് എന്തായാലും അവിടെ നിന്ന് തന്നെ നമുക്ക് അവിടെ നിന്ന് അവരുടെ ഒരു കോംപ്ലിമെൻ്ററി ആയിട്ട് കേക്ക് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ കട്ട് ചെയ്ത് ബർത്ത്ഡേ ആഘോഷിച്ചു. നല്ല സന്തോഷമായി അടിപൊളിയായിട്ട് ആഘോഷിച്ചു. കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഇതാ ദുബായിൽ നിന്നൊരു വിഷസ് പതിവ് തെറ്റിക്കാതെ വിജയ, അവൾ എൻ്റെ ഫ്രണ്ട് തന്നെ, നമ്മുടെ ഫ്രണ്ടാണ്, പുള്ളിക്കാരി ഇവിടെ ഇല്ല. അപ്പോൾ അവളുടെ വിഷസും പതിവ് തെറ്റിക്കാതെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഒരു പർച്ചേസിനിടയ്ക്ക് ദർശന 10ാം ക്ലാസ് വരെ പഠിച്ചതാണ്, അവളെയും മക്കളെയും കാണാൻ പറ്റി. അപ്പോൾ എല്ലാ എൻജോയ്മെൻറ്റും കഴിഞ്ഞ ശേഷം ഞാനും പ്രിയയും മടങ്ങി. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.